വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൺ സഫീറ. ഇത് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹെവൻസ് കിച്ചൺ സഫീറ എന്ന യൂട്യൂബ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾക്ക് നമ്മളുടെ റെസിപ്പിയെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ. നമ്മൾ സാധാരണ നോർമലായിട്ടാണ് നൂഡിൽസൊക്കെ തയ്യാറാക്കിയിട്ടെടുത്തത്. ഇപ്പോൾ ചില്ലി ചിക്കൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ നൂഡിൽസ് ആദ്യമായിട്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഹെവൻസ് കിച്ചൺ എന്ന സഫീറ എന്ന യൂട്യൂബ് വീഡിയോയിലേക്ക് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി ഞാൻ വേവുള്ള ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ട് അതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഇതിലേക്ക് ഞാൻ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളകും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ നോർമലായിട്ടാണ് അധികവും നൂഡിൽസൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറല്ലേ. അപ്പോൾ ഇനി നമ്മൾക്ക് നൂഡിൽസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പെഗറ്റീവിൻ്റെ നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും അവൈലബിളാണ്. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതിനൊന്ന് ഓഫാക്കിയിട്ട് ഈ വെള്ളത്തിലൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ച് വേണ്ട, ഇത് മുഴുവനും അങ്ങനെ ഇട്ട് കൊടുക്കാം. പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ ഒരു എന്താ പറയാൻ, ഒരു ഭാഗം നല്ല നീളത്തിലും കിട്ടും, കുറച്ച് ഭാഗം കുറച്ച് ഹാഫായിട്ടും കിട്ടുമ്പോൾ അത് കഴിക്കാനും നല്ലൊരു രസം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ മുഴുവനായിട്ടും മുയ്യൻ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഞങ്ങളുടെ നൂഡിൽസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ശ്രമിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഒന്ന് കുക്കായിനെ നോക്കണ്ടേ. അപ്പോൾ ഇത് നോക്കിയാട്ടെ, നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സ്റ്റെയിനറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതൊരു സ്റ്റെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതായത് ഞാൻ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്കൊന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോഴേക്ക് ഞാൻ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ പൊരിക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ ഒരു വലിയ പീസായിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്ക് ഞാൻ അടുപ്പിൽ മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂണോളം ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബട്ടർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയ പീസായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഏതൊക്കെ കളറാണ് നിങ്ങളുടെ അടുത്തുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങളിതിൽ ചേർത്ത് കൊടുത്താലും മതി. നമ്മളുടെ ഈ ചില്ലി ചിക്കൻ നൂഡിൽസ് കുറച്ച് പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ചില്ലി ചിക്കൻ നൂഡിൽസ് കഴിക്കാമല്ലോ. അപ്പോഴേക്കും ഞങ്ങളുടെ ചില്ലി ചിക്കൻ്റെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബാച്ച് കൂടി നമ്മൾക്ക് ഇതിലേക്കൊന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും ഞങ്ങളുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വൈറ്റ് പേപ്പർ പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെല്ലാം ഈ എണ്ണ കുറച്ചുകൂടി ഞാനിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയതാണ്. ഇനി ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായി യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്താലേ നമ്മൾ ഈ ഒരു നൂഡിൽസിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരികയുള്ളൂ. ഇനി കുറച്ചധികം തന്നെ ഞങ്ങൾക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മൾക്കിനി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഞങ്ങൾക്ക് 2 വെള്ളിയുള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. ചില്ലി ചിക്കനിക്ക് നമ്മൾ അല്പം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്യാറുള്ളത്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂണോളം ഗ്രീൻ ചില്ലി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ കൂടി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനാണ്. ഇനി 1 മുറി ക്യാപ്സിക്കം കൂടി ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കൂടുതലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി 1 ടീസ്പൂണോളം വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഈ 3 സോസും ഓരോ ടീസ്പൂൺ എടുത്തിട്ടാണ് ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് 3 ഓരോ ടീസ്പൂൺ എടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണ്ടുന്നത് 1 ടീസ്പൂണോളം കോൺഫ്ലോറാണ്. അത് ഞാൻ നേരത്തെ തന്നെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞങ്ങൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖം നന്നായി പ്രസരിപ്പോടെ ഇരിക്കണമെങ്കിൽ, അതായത് നല്ല പുഞ്ചിരിയോടെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ ഭക്ഷണം നന്നായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ നൂഡിൽസ് നിങ്ങൾ തയ്യാറാക്കിച്ച് നിങ്ങളുടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയും മുഖം നല്ല പുഞ്ചിരി ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ചില്ലി ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഒരു കമൻറ്റ്സ് ബോക്സിൽ എഴുതി അറിയിക്കാം. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.